ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കിന് നേരിയ കുറവുണ്ട്. ഇന്നലെ 63,733 പേർ മാത്രമേ ശബരിമല ദർശനത്തിന് എത്തിയുള്ളൂ. ശരാശരി 80,000 പേര് സാധാരണ എത്താറുണ്ട്. അവധി ദിവസമായിരുന്നു ഇന്നലെ, ഞായറാഴ്ചയായിരുന്നു. എന്നിട്ടും ഭക്തന്മാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്തു നിന്നും ചേരുകയാണ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ശരിക്കും ഭക്തന്മാർക്ക് സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഭക്തജനങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. 80,000 ആയിരുന്നു ശരാശരി തീർത്ഥാടകരുടെ എണ്ണം എത്തേണ്ടത്. 63,000 മാത്രമാണ് ഇന്നലെ എത്തിയത്. ഇന്നും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ ആയപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ, 9 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 30,262 ഭക്തജനങ്ങൾ മാത്രമാണ് തീർത്ഥാടനം നടത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം 8,000 കടന്നിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ വലിയ ഒരു തിരക്കോ അല്ലെങ്കിൽ തള്ളിക്കയറ്റമോ ഇന്ന് ശബരിമലയിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നല്ലൊരു അന്തരീക്ഷമാണ്. കാലാവസ്ഥയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പരമ്പരാഗത കാനപ്പാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ശബരിമലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നുണ്ട്. മറ്റൊരു കാര്യം എന്നത് കോടതിയുടെ പരിഗണനയിലേക്ക് ശബരിമലയിലെ ദിലീപിന്റെ VIP സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്ന് വരികയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കർശന നടപടിയിലേക്ക് പോകുമ്പോൾ റിപ്പോർട്ട് അടക്കം ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സംഭവബഹലമായ ഒരു തീർത്ഥാടന കാലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 24ാമത്തെ ദിവസം പോലീസിന് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അത് അവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല എന്നതാണ് പ്രധാനം. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.